ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗം ഭാഗക്കണക്കുകളുടെ പേജ് നമ്പർ 64 ഇതുവരെയുള്ള എല്ലാ പേജിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 6 കണക്കാണ് ഇതിലുള്ളത്. പേജ് നമ്പർ 64 6 കണക്കാണ് ഉള്ളത്. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള കണക്കുകൾ നമുക്ക് ഇതിലുണ്ട്. ആദ്യത്തൊക്കെ 2-3 എണ്ണം വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കാൽക്കുലേഷൻസ് വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് വരുന്നത്. 5ഉം 6ഒക്കെ കുറച്ചധികം കാൽക്കുലേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. നതാഷ ഒരു വട്ടം വരച്ച് അതിൻ്റെ 12ൽ 5 ഭാഗത്തിന് നിറം കൊടുത്തു. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പം നതാഷക ഒരു വട്ടം വരച്ചിട്ടുണ്ട്. അതിന് 12 ഭാഗമുണ്ട്. അപ്പോൾ 12 ഭാഗത്തിൽ 5 എണ്ണത്തിന് 12 ഭാഗമുണ്ട്. അതിൽ 5 എണ്ണത്തിന് കൊടുത്തു. ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 5 ഭാഗത്തിന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇതൊരു 5ആണ്, ഇത് മൊത്തത്തിൽ 12ആണ്. അപ്പോൾ ബാക്കി എത്ര ഭാഗം എന്നുള്ള വളരെ സിമ്പിളാണല്ലേ. നമുക്ക് 12ൽ നിന്ന് 5 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. വൃത്തത്തിന് നിറം കൊടുത്ത ഭാഗം എത്രയാണ്? 12ൽ 5ആണ് അല്ലേ. നിറം കൊടുത്ത ഭാഗം 12ൽ 5ആണ്. 5/12ആണ്. ഇനി നിറം കൊടുക്കാനുള്ള ഭാഗം അത് മൊത്തത്തിലുള്ളതെന്ന് നമ്മൾ 5/12 കുറയ്ക്കണം. അതായത് 1ൽ നിന്ന് 5/12 കുറയ്ക്കണം. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ആണല്ലോ ഇവിടെ ഛേദം. 12/12 എന്നാണ് 1 എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 1 കുറയ്ക്കണം 5/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/12 നിന്നും 5/12 കുറയ്ക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 12/12 നിന്നും 5/12 കുറയ്ക്കുക. അപ്പം 12ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 7ആണ്. അപ്പം ഇനി എത്ര ഭാഗത്തിന് നിറം കൊടുക്കണം? 12ൽ 7 ഭാഗത്തിന് നിറം കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടി. അതിൽ 10 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. അതിൽ 3.25 ലിറ്റർ വെള്ളമുണ്ട്. തൊട്ടി നിറയാൻ ഇനി എത്ര വെള്ളം ഒഴിക്കണം? അപ്പോൾ 10 ലിറ്ററാണ് തൊട്ടിയുള്ളത് അല്ലേ. 10 ലിറ്ററാണ് തൊട്ടിയുള്ളത്. അതിൽ 3.25 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ ഉണ്ട്. 3.25 ലിറ്റർ വെള്ളം ഉണ്ട്. ഇനി ഇത് നിറയണം അല്ലേ. നിറയാൻ എന്താ ചെയ്യുക? 10ൽ നിന്ന് 3.25 കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വിശദമായിട്ട് ചെയ്തു. തൊട്ടിയുടെ ആകെ ശേഷി 10 ലിറ്ററാണ്. തൊട്ടിയിലുള്ള വെള്ളം 3.25 ലിറ്റർ. ഇനി തൊട്ടി നിറയാൻ വേണ്ട വെള്ളം എത്രയാണ്? 10ൽ നിന്ന് 3.25 ലിറ്റർ കുറയ്ക്കണം. 10 കുറയ്ക്കണം 3.25. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം പൂർണ്ണസംഖ്യകളെ ഒരു ഭാഗത്തേക്കാക്കി. പൂർണ്ണസംഖ്യകളെ നമ്മൾ ഒരു ഭാഗത്തേക്കാക്കി. 10നെയും 3നെയും ഒരു ഭാഗത്തേക്കാക്കി അല്ലേ. 10ൽ നിന്ന് 10 കുറയ്ക്കണം 3 കുറയ്ക്കണം 3/4. 10 കുറയ്ക്കണം 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 7ആണ്. 7 കുറയ്ക്കണം 3/4. ഓക്കെ, 7ൽ നിന്ന് 3/4 കുറച്ചാൽ എത്രയാണ്? 7ൽ നിന്ന് 3/4 കുറച്ചാൽ എത്രയാണ്? 6.25 അല്ലേ. 6.25 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 എന്ന് പറയുന്നത് എന്താണ്? 3/4ഉം 1/4 ഭാഗവും കൂടിയിട്ടാണ് ഒന്നുണ്ടാവുക അല്ലേ. നമുക്കറിയാമല്ലോ. അരയും കൂടിയിട്ടാണ് 1. 1/2 1/2 1. ഓക്കെ, അപ്പം തന്നെ 7ൽ നിന്ന് 3/4 കുറച്ച് എത്രയുണ്ടാവുക? 6 1/4. 1.25 മീറ്റർ നീളമുള്ള ചരടിൽ നിന്ന് 1/2 മീറ്റർ മുറിച്ചു മാറ്റിയ മിച്ചമുള്ള ചരടിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ 1.25 മീറ്റർ നീളമുള്ള ചരട്. ഓക്കെ, 1.25 എന്ന് പറയുമ്പോൾ 1/3/4. അതിൽ നിന്ന് 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ 1/2 മീറ്റർ മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചരടിൻ്റെ നീളം എത്രയാണ്? 1.25
മീറ്ററാണ്, 1.25 മീറ്ററാണ്. എടുത്ത ചരടിൻ്റെ നീളം എത്രയാണ്? 1/2 മീറ്ററാണ്. അപ്പം ബാക്കിയുള്ള ചരട് എന്ന് പറഞ്ഞാൽ 1/3/4 കുറയ്ക്കണം 1/2 അല്ലേ? 1/3/4 1/2 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 1 + 3/4 - 1/2. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 3 2, അതായത് ഇത് രണ്ടും ഒരേ ഛേദമാണ്. അപ്പോൾ നമുക്ക് 3 2 കുറച്ചാൽ 1 കിട്ടി. അപ്പോൾ 1 1/4, അതായത് 1.25 മീറ്റർ. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം ചരടിൻ്റെ നീളം തന്നിട്ടുണ്ട്. മുറിച്ചെടുത്ത ചരടിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 1/2 മീറ്ററാണ്. അപ്പോൾ ബാക്കിയുള്ള ചരടിൻ്റെ നീളം കാണാൻ 1.25 നിന്നും നമ്മൾ 1/2 കുറയ്ക്കണം. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കാൻ 3/4 നിന്ന് 1/2 കുറച്ചു. നമ്മൾ ഇവിടെ ഛേദം ഒരുപോലെയല്ല, അപ്പോൾ നമ്മൾ ഛേദം ഒരുപോലെ ആക്കി, എന്നിട്ട് 3 നിന്ന് 2 കുറച്ചു. അപ്പോൾ നമുക്ക് 1/4 കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഒരു പഞ്ചായത്തിലെ റോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 14.25 കിലോമീറ്റർ റോഡ് പുതുതായി നിർമ്മിച്ചു. ഈ വർഷം 16.25 മീറ്ററും. ഈ വർഷം എത്ര കിലോമീറ്റർ റോഡ് കൂടുതൽ നിർമ്മിച്ചു? അപ്പം കഴിഞ്ഞ വർഷം 14.25 ഈ വർഷം 16.1/4 ആണ്. അപ്പോൾ എത്ര റോഡ് കൂടുതൽ നിർമ്മിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് എന്താണ്? കുറയ്ക്കലാണ്. നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ വർഷം നിർമ്മിച്ച റോഡ് എത്രയാണ്? 16.1/4. കഴിഞ്ഞ വർഷം നിർമ്മിച്ച റോഡിൻ്റെ നീളം എത്രയാണ്? 14.3/4 കിലോമീറ്റർ. അപ്പോൾ കൂടുതലായിട്ട് നിർമ്മിച്ച റോഡിൻ്റെ അളവ് എത്രയാണ്? 16.1/4 കുറയ്ക്കണം 14.1/4, 14.3/4. അപ്പോൾ നമുക്കിവിടെ 16.1 നിന്ന് 14.25 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ 16.25 നമ്മൾ എന്താക്കി? ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ വേർതിരിച്ച് എഴുതി. അതായത് 15 കൂട്ടണം 1 1/4 എന്ന് എഴുതി. അത് 15 കൂട്ടണം 1 1/4 എന്ന് എഴുതിയതും 16.1/4 എന്ന് എഴുതിയതും സമമാണ് അല്ലേ? 15 കൂട്ടണം 1 16, 16 1/4. അപ്പോൾ നമ്മുടെ ക്രിയ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്താണ്. അപ്പോൾ നമ്മൾ 16.1/4 എന്താക്കി എഴുതി? 15 കൂട്ടണം 1 1/4 എന്ന് എഴുതി. കുറയ്ക്കണം 14 + 3/4. ഇനി നമ്മൾ പൂർണ്ണസംഖ്യകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചു. 15നെയും 14നെയും നമ്മൾ ഇങ്ങോട്ട് എഴുതി. 15 കുറയ്ക്കണം 14 കൂട്ടണം 1 1/4. ഇനി ഭിന്നസംഖ്യകൾ നമ്മൾ മറുഭാഗത്തേക്ക് വെക്കുകയാണ്. 1 1/4 കുറയ്ക്കണം 3/4. ഇനി അടുത്ത ക്രിയ എന്ന് പറഞ്ഞിട്ട് 15 നിന്ന് 14 കുറച്ചു. അപ്പോൾ നമുക്ക് 1 കിട്ടി അല്ലേ? 1 കിട്ടി. 1.25 നിന്ന് 3/4 കുറച്ചു. അപ്പോൾ എത്ര കിട്ടുക? 1/2. അതായത് 1.25 നിന്ന് 3/4 കുറച്ചാൽ എത്ര കിട്ടുക? നമുക്ക് അരഭാഗമല്ലേ കിട്ടുക. അതാണ് 1/2. അത് രണ്ടും കൂടി കൂട്ടി എഴുതി 1 1/2 കിലോമീറ്റർ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ആശാദേവ് 20 മീറ്റർ ചരട് വാങ്ങി. ഇതിൽ നിന്ന് ആദ്യം 5 3/4 മീറ്ററും പിന്നീട് 6 1/2 മീറ്ററും മുറിച്ചെടുത്തു. ഇനി എത്ര മീറ്റർ ചരട് ബാക്കിയുണ്ട്? അപ്പോൾ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2-3 ക്രിയകളുണ്ട്. എന്തൊക്കെയാണ്? ആശാദേവ് ആദ്യം 20 മീറ്റർ വാങ്ങിയിട്ടുണ്ട് ചരട്. അതിൽ നിന്ന് ആദ്യം എത്ര മുറിച്ചു മാറ്റി? 5 1/4 മുറിച്ചു മാറ്റി. പിന്നെ എത്ര മുറിച്ചു മാറ്റി? 6 1/2 മീറ്റർ മുറിച്ചു മാറ്റി. ഇനി 20ൽ എത്ര ബാക്കിയുണ്ട് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ 2 പ്രാവശ്യം കുറയ്ക്കുന്നതിന് പകരം ആദ്യം 20ൽ നിന്ന് 5 1/4 കുറയ്ക്കുക, പിന്നെ 6 1/2 കുറയ്ക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം കുറയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും കൂട്ടാം അല്ലേ? എത്ര ചരടാണ് നമ്മൾ മുറിച്ചു മാറ്റിയതെന്ന് നമുക്ക് ആദ്യം കണക്കാക്കാം. അതായത് 5 1/4നെയും 6 1/2നെയും കൂട്ടാം. എന്നിട്ട് നമുക്കൊരു സംഖ്യ കിട്ടില്ല. അത് നമുക്ക് 20ൽ നിന്ന് കുറച്ചാൽ മതി. നമുക്ക് അങ്ങനെ ചെയ്യാം. ആകെ ചരട് എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്ററാണ്. ആകെ ചരട് എന്ന് പറയുന്നത് ഇവിടെ 20 മീറ്ററാണ്.
ആദ്യം മുറിച്ചെടുത്ത ചരട് 5 3/4 മീറ്ററാണ്. രണ്ടാമത് മുറിച്ചെടുത്തത് 6 1/2 മീറ്ററാണ്. അപ്പോൾ എത്ര ആണ് ആകെ മുറിച്ചെടുത്തത്? 5 3/4 കൂട്ടണം 6 1/2. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം. 5 3/4 6.5 നമുക്ക് കൂട്ടാം. അപ്പോൾ ആദ്യം ഇതിന് ചെയ്യേണ്ടത് എന്താണ്? പൂർണ്ണസംഖ്യകളെ ഒരു ഭാഗത്തേക്ക് വെക്കുക, പിന്നീട് ഭിന്നസംഖ്യകളെ കൂട്ടുക. ആദ്യം നമുക്ക് പൂർണ്ണസംഖ്യകൾ കൂട്ടിയിട്ട് പിന്നെ നമുക്ക് ഭിന്നസംഖ്യകളെ കൂട്ടാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 5ഉം 6ഉം കൂട്ടി, അപ്പോൾ നമുക്ക് 11 കിട്ടി. പിന്നെ നമ്മൾ 3/4നെയും 1/2നെയും കൂട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാമല്ലോ ഛേദം വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഛേദം ഒരേപോലെ ആക്കണം. അപ്പോൾ നമുക്ക് 4ൻ്റെയും 2ൻ്റെയും പൊതുഗുണിതമായിട്ട് കിട്ടിയിരിക്കുന്നത് 4ആണ്. അപ്പോൾ 3/4നെ നമ്മൾ അതേപോലെ തന്നെ എഴുതി, അതിന് മാറ്റമൊന്നുമില്ല, കാരണം 4ആണ് ഛേദം. 1/2നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചിട്ട് 2/4 മാറ്റി. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ഉണ്ട്? 11 ഉണ്ട്. 3/4 കൂട്ടണം 2/4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 5/4. 11 5/4 എന്ന് പറയുന്നത് എത്രയാണ്? 5/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. 5/4നെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 5/4 എന്ന് പറഞ്ഞാൽ 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/4 കൂട്ടണം 1/4 അല്ലേ? 1/4. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 4/4 കൂട്ടണം 1/4 അല്ലേ? ഈ 4/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന് സമമാണ്. അപ്പോൾ 1 കൂട്ടണം 1/4. ഓക്കെ, അപ്പോൾ നമുക്ക് 11ൻ്റെ കൂടെ ഇനി എന്ത് കൂട്ടണം? 11 കൂട്ടണം 1 1/4. അതാണ് ഇവിടെ കിടക്കുന്ന 12.25. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 12.25 എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇതിനെ കൂട്ടിയതാണ്. 11ഉം 3/4ഉം 2/4ഉം കൂട്ടി. 3/4 കൂട്ടി 3 2 5 5/4 അത് 1 1/4. അപ്പോൾ നമ്മൾ 11ഉം 1 1/4 കൂട്ടി, അതാണ് 12 1/4. ഇനി നമുക്ക് തീർന്നിട്ടില്ല. ഈ 20ൽ നിന്ന് 12 1/4 കുറയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണസംഖ്യകളെയൊക്കെ ഒരു ഭാഗത്തേക്കാക്കുക. 20 കുറയ്ക്കണം 12 അല്ലേ? 20 കുറയ്ക്കണം 12. പിന്നെ ആകെയുള്ളത് 1/4ആണ്. അതിന് ഒന്നും കുറയ്ക്കാനൊന്നുമില്ല. 20ൽ നിന്നാണ് നമ്മൾ 12 1/4 കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 20 1/4 എന്ന് പറയുമ്പം അവിടെ എന്താണ്? 1/4 കുറച്ചാൽ 3/4 വരിക. അപ്പോൾ നമ്മൾ 20ൽ നിന്ന് 11 കുറച്ചു. അതായത് 1ൽ നിന്ന് നമ്മൾ 1/4 കുറയ്ക്കണം. അപ്പോഴാണ് 3/4 കിട്ടുക. അപ്പോൾ ഇവിടെ ശേഷിക്കുന്നത് എത്രയാണ്? 7ആണ്. അപ്പോൾ 7 3/4 നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ. 20ൽ നിന്ന് 12 കുറച്ചു, അതിൽ നിന്ന് 1/4 കുറയ്ക്കണം. ഈ 1/4 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4 കൂട്ടണം 1/4. 1 2 3 4. അതായത് 4 1/4കൾ ചേർന്നാലാണ് എന്താവുക? 1 ആവുക അല്ലേ? അപ്പോൾ നമ്മളിവിടെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? 20ൽ നിന്ന് 12 കുറച്ച് 8 ആവും. പക്ഷെ അവിടെ 8ൽ നിന്ന് 1/4 കുറച്ചാൽ എത്രയാണ്? 8ൽ നിന്ന് നമ്മൾ 1/4 കുറച്ചു. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? ഈ 1/4 മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 7 3/4 നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. പാൽ വിതരണ സംഘത്തിൽ രാവിലെ 75.25 ലിറ്റർ പാലും വൈകുന്നേരം 55.5 ലിറ്റർ കിട്ടി. ഇതിൽ 85.25 ലിറ്റർ പാൽ വിറ്റു. ഇനി എത്ര പാൽ വിൽക്കാനുണ്ട്? വലിയ വലിയ കണക്കുകളാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ട. നമ്മൾ പറഞ്ഞ മെത്തേഡിൽ ചെയ്യുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 75 1/4 ലിറ്ററും 55 1/2 ലിറ്ററും കൂട്ടണം. എത്ര പാൽ കിട്ടിയെന്നുള്ളത്.
പിന്നെ വിറ്റ പാലിൽ നിന്ന് ഈ കൂട്ടിയ പാല് നമ്മൾ കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ള പാല് കിട്ടും. ഓക്കെ, നമുക്ക് രാവിലെ കിട്ടിയ പാൽ എത്രയാണ്? 75 ലിറ്റർ. വൈകുന്നേരം കിട്ടിയ പാലോ 55 1/2 ലിറ്റർ. ആകെ കിട്ടിയ പാൽ നമ്മൾ കണക്കാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 75 1/4നെയും 55 1/2നെയും തമ്മിൽ കൂട്ടുക. അത് കൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പൂർണ്ണസംഖ്യകളെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് 75 ഉണ്ട് 55 ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി 75 കൂട്ടണം 55 എന്ന് എഴുതി. പിന്നെ നമ്മളിവിടെയുള്ള ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണ്? 1/4 1/2. അപ്പം കൂട്ടണം 1/4 കൂട്ടണം 1/2 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ക്രിയകൾ ഇതിലുണ്ട്. നമുക്ക് ഛേദം വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്താണ്? ഛേദത്തിനെ നമ്മൾ ഒരേ ഛേദാക്കണം. അവിടെ ഇവിടെ പൊതുഗുണിതം കണ്ടു. ഏറ്റവും ചെറിയ പൊതുഗുണിതം നമ്മൾ എടുത്തു. അതേതാണ്? 2ൻ്റെയും 4ൻ്റെയും ഏതാണ്? 4 അല്ലേ? 2ൻ്റെ ഗുണിതം ഏതാണ്? 2 4 6 8. 4ൻ്റെ ഗുണിതം ഏതാണ്? 4 8 12. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്? 4. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമ്മുടെ 75ഉം 55 കൂട്ടി വെക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 130. ഇനി നമുക്ക് ഇത് രണ്ടാണ് കൂട്ടേണ്ടത്. 1/4 കൂട്ടണം 1/2. അതിന് നമ്മൾ ഛേദം ഒരേപോലെ ആക്കി 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 1/4 അതേപോലെ തന്നെ എഴുതാം. 1/2നെ നമ്മൾ ഛേദം 4 ആക്കിയപ്പോൾ 2/4 മാറി. അത് പ്രത്യേകിച്ച് ചെയ്ത് തരേണ്ടല്ല, നമ്മൾ ഒരുപാട് ചെയ്താണ് ആ ക്രിയ. അപ്പോൾ 2/4. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കിവിടെ എത്ര ലിറ്റർ പാലുണ്ട്? 130 പ്ലസ് 1 2 3. 130 പ്ലസ് 3/4 പാലുണ്ട് അല്ലേ? 130 3/4, അതായത് 130 3/4 ലിറ്റർ. 130 ലിറ്ററും 3/4 ലിറ്ററും പാലുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന വിറ്റ പാല് ഉണ്ട് എത്ര, ഇനി മിച്ചമുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ വിറ്റ പാൽ എത്രയാണ്? 85 3/4 ലിറ്ററാണ്. വിറ്റ പാൽ എത്രയാണ്? 85 3/4 ലിറ്ററാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വിറ്റ പാല്, മിച്ചമുള്ള പാലിൽ നിന്ന് വിറ്റ പാല് കുറയ്ക്കണം അല്ലേ? മിച്ചമുള്ള പാൽ എന്ന് പറയുന്നത് 130 3/4. 130 3/4 കുറയ്ക്കണം 85 3/4. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പൂർണ്ണസംഖ്യകളെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. 130 കുറയ്ക്കണം 85 കൂട്ടണം 3/4 കുറയ്ക്കണം 3/4. ഓക്കെ, ഇനി 130 85 കുറച്ചപ്പോൾ 45. 3/4 നിന്ന് 3/4 കുറച്ച് എന്താണ്? 0 അല്ലേ? അപ്പോൾ ഇനി എന്താ ഉള്ളത്? 45 കൂട്ടണം 0. അപ്പോൾ 45 ലിറ്റർ. അപ്പോൾ ഉത്തരം എത്രയാണ്? 45 ലിറ്റർ പാല് മിച്ചമുണ്ട്. അപ്പോൾ വളരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ സംഖ്യകൾ തരാൻ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1/2 3/4 തരുകയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് കണക്ക് കൂട്ടാൻ എളുപ്പമുള്ള സംഖ്യകളെ തരുള്ളൂ. അപ്പം വലിയ ചോദ്യങ്ങളൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. ഓക്കെ, നമുക്ക് ഒരുപാട് ക്രിയകളുള്ള ഒരു പ്രോബ്ലംസ് ആയിരുന്നു ഇതിലുള്ളത്. പേജ് നമ്പർ 64. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. കാരണം ഇതിലൊക്കെ വരുന്ന എന്താ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുറയ്ക്കാൻ ഈ ഛേദം ഒരുപോലെ ആക്കുന്ന സംഭവം എല്ലാത്തിനും വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ 1/4 1/2 വന്നു. അപ്പോൾ നമ്മൾ ഛേദം ഒരുപോലെ ആക്കി 4ലേക്ക് മാറ്റി. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൂടിയൊക്കെ കണക്കിലെടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരം ലഭിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ചെറിയൊരു കാൽക്കുലേഷന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പം കണക്കിൽ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആദ്യം മുതലേ നമ്മൾ 2 പ്രാവശ്യം നോക്കണം, ഡബിൾ ചെക്ക് ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ 75 55 കൂട്ടി, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കൂട്ടി 130 കിട്ടി. എന്നാലും ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, 2 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇവിടെ നമുക്ക് ഈ ആദ്യത്തെ കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് തെറ്റിപ്പോയാൽ പിന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ മുഴുവൻ സംഭവം തെറ്റിപ്പോയി, ഉത്തരം മുഴുവൻ തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ
ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 2 പ്രാവശ്യം കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് ഉറപ്പിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഈ പാഠഭാഗത്തിലുള്ളത്, വലുതും ചെറുതും. അതിൻ്റെ ഒരു പേജ് നമ്പർ 66 ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അതുകൂടി ചെയ്താൽ ഈ ചാപ്റ്റർ കഴിയും. ചാപ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പേജിൻ്റെയും പ്രോബ്ലംസ് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഈ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും 6ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് പങ്കുവയ്ക്കാനും മറക്കരുത്. താങ്ക്